ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർക്കിളിലെ ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ആക്ച്വലി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ടാൻജൻറ്റിൻ്റെ ലെങ്ത് ആണ്. ഇവിടെ ഒരു ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ടാൻജൻസ് ആർ ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിൻറ്റ്സ് ആർ ഈക്വൽ, ദെയർഫോർ എ പി ഈക്വൽ ടു ബി പി. സെക്കൻഡ് എന്ന് പറയുന്നത് ഒ പി ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ പി ബി. എ പി ബി എന്ന് പറയുന്നത് ടാൻജൻസ് ഇൻക്ലൈൻ ചെയ്യുന്ന ആംഗിളാണ്, അത് 60 ഡിഗ്രി. ഇത് ബൈസെക്ട് ചെയ്യുമ്പോൾ അതൊരു 30 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ഓൾറെഡി ഗിവൺ ആണ്. ഇനി തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ടാൻജൻറ്റും റേഡിയസും ടച്ച് ചെയ്യുന്ന ആ പോയിൻറ്റിനെ നമ്മൾ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയും. അത് ഓൾവേസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആകുമ്പോൾ ട്രയാങ്കിൾ ഒ എ പി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ടാൻ 30 എടുക്കാം. ഇനി ഇത് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ആയിരിക്കും. സോ ടാൻ 30 എടുക്കുമ്പോൾ ടാൻ 30 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ദാറ്റ് ഈസ് ഒ എ ഡിവൈഡഡ് ബൈ എ പി. ഒ എ എന്ന് പറയുന്നത് 3 ആണ്. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. ഓക്കെ, ടാൻ 30 1/√3 ആണ്. ഒ എ 3 ആണ്. സോ 1/√3 ഈക്വൽ ടു 3/AP. Therefore AP equal to 3√3 centimeter. അപ്പോൾ ടാൻജൻസ് ആർ ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിൻറ്റ്സ് ഈക്വൽ ആയതുകൊണ്ട് എ പിയും ബി പിയും 3√3 സെൻറ്റിമീറ്റർ ആണ്.